ഇപ്പം നമുക്ക് അറിയുന്ന വിവരം അനുസരിച്ച് 4 പേർക്ക് ഈ രാജിയുമായി ബന്ധപ്പെട്ട് താല്പര്യമില്ലായിരുന്നു എന്ന് ഇതുണ്ട്. അതിൽ വിനുമോഹന്റെ പേരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. അല്ല, താല്പര്യം എന്നല്ല, ഈ കൺസേൺസ് ആയിരുന്നു എനിക്കുണ്ടായിട്ടുള്ളത്. ഈ കൺസേൺസ് ആണ്. കാരണം ഇതെങ്ങനെ ഇതിപ്പം ഞാൻ ഇപ്പൊ പറയുമ്പോൾ അത് നമുക്ക് പറയുന്നു, പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി വിഷമങ്ങൾ ഉണ്ടാവില്ലേ. നമുക്കിപ്പോ കിട്ടുന്ന നമുക്ക് ഒരു വരുമാനം നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് കിട്ടാണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊരാൾക്കും മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ആ തരത്തിലൊരു ബുദ്ധിമുട്ട് നമ്മുടെ അംഗങ്ങൾക്ക് ഉണ്ടാവരുത്. ഇത് ഈ ഒരു കൈനീട്ടം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന അംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടിയിരുന്നതും ആ കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നതും. അത് കൃത്യമായി നമ്മൾ സംസാരിക്കുകയും അത് കൃത്യമായിട്ടുള്ള എല്ലാവരും നമ്മളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ഒരു ഓൺലൈൻ മീറ്റിംഗിൽ കൃത്യമായി സംസാരിക്കുകയും അല്ലാതെയും ഫോണിലൂടെ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൽ ആ ഒരു കൺസേൺ മാറിയതുകൊണ്ടാണ് മെജോറിറ്റി തീരുമാനത്തിലൂടെ നമ്മൾ നിന്നിട്ടുള്ളത്. വിനു, ഇപ്പം ഈ അമ്മയുടെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിനു അത് വായിച്ചിട്ടുണ്ടാകും. അപ്പം ആ ഒരു റിപ്പോർട്ട് വന്നപ്പം അതിലെ വിനു വർഷങ്ങളായി സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിനുവിൻ്റെ ഭാര്യയും സിനിമാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിലെ ഈ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളൊക്കെ കേട്ടപ്പോൾ പേഴ്സണലി ഞാൻ അമ്മയുടെ പ്രവർത്തിച്ച ഒരു അംഗം എന്ന നിലയിലല്ല ചോദിക്കുന്നത്, പേഴ്സണലി ഒരു ആക്ടർ, ഈ ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിനുവിന് പേഴ്സണലി എന്താണ് തോന്നിയത്? അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സഹപ്രവർത്തകർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഈ പറയുന്ന രണ്ട് രീതിയിലാണെങ്കിലും രണ്ട് രീതിയിലും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മളുടെ കൂടെ പ്രവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതലേ അമ്മയുടെ കൂടെയും ഒക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും, അല്ലെ. ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്, അല്ലെ. നമുക്ക് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. ഇതിൽ 2 വർഷം വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും വരാം, ഇതൊരു അസത്യമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരാം, അല്ലെ. നമ്മളൊരു അതിന് കൃത്യമായി നിയമ സംവിധാനത്തിലൂടെ നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഇപ്പം എനിക്കുള്ള ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ താങ്കൾക്കും. കാരണം കൃത്യമായിട്ട് ഇതിനൊരു കൃത്യമായിട്ടുള്ള എല്ലാ വെളിപ്പെടുത്തലുകളും എല്ലാ വാക്കുകളും ശരിയാണെന്ന് ഞാനും പറയുന്നില്ല. ഈ ഒരു അവസരം മുതലാക്കുന്ന ചില ആളുകളുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അല്ല, തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അതിന് കൃത്യമായി നിയമ സംവിധാനത്തിലൂടെ നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ പോലീസും കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോടതിയുണ്ട്, ഇത്രയും സാധനങ്ങൾ കൃത്യമായി നിയമ സംവിധാനത്തിലൂടെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. കാരണം ഒരു കുറ്റം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടണം, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്ന രീതിയിൽ ആവരുത്. ഇത് മാത്രമേ ഇപ്പം ഏതൊരാളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു സിനിമ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പല തരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ എനിക്കും അറിയാം താങ്കൾക്കും അറിയായിരിക്കുമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് അഭിനയിക്കുന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഈ മെയിൻ സ്ട്രീമിൽ വരുന്നവരല്ല. കാരണം ഇതിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ തൊട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പം ഈ തരത്തിലൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്കിപ്പം സിനിമാ വ്യവസായം എന്ന് പറയുന്ന ഒരു 10 സിനിമ നടക്കുന്നിടത്ത് 5 സിനിമയും നടക്കുന്നുള്ളെങ്കിൽ ഒരു സിനിമയിൽ ഒരു 10 സിനിമ ഏകദേശം 600ഓളം പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 10 സിനിമയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പകുതിയാണ് ഒരു സിനിമ മുടങ്ങുമ്പോൾ, അല്ലെ ഒരു സിനിമ മുടങ്ങുമ്പോൾ എത്ര പേരുടെ കുടുംബമാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സിനിമയിൽ. നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരോ ടൈം ലൈനിൽ നിൽക്കുന്ന ആൾക്കാരോ ഡയറക്ടേഴ്സോ ഇവരെയല്ല പറയാം, തൊഴിലാളികളായിട്ടുള്ള ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കുടുംബങ്ങൾക്ക് അന്നം മുട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിലൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, അതിന് എത്രയും പെട്ടെന്ന് തന്നെ സത്യസന്ധമായ ഈ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളിലും സത്യസന്ധമായ സത്യങ്ങൾ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ ക്രൂശിക്കപ്പെടുന്നത് കുറ്റം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇഷ്ടമാണ്. ഏതൊരാളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്ന അതിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നതിനോടും എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാം നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും സത്യങ്ങൾ പുറത്തു വരണം. കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങൾ അത് കൃത്യമായി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഒരു പൗരൻ എന്ന രീതിയിലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്.